ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ 13ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ബിഗ് ബോസ് ഹൗസിൽ ബാക്കി വരുന്ന 8 മത്സരാർത്ഥികളിൽ നൂറ ഒഴിച്ച് 7 മത്സരാർത്ഥികളും ഭാഗമായിട്ടുണ്ട്. ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. ലൈവിൽ വോട്ടിംഗ് തുടങ്ങിയതേ ഉള്ളൂ. വോട്ടിംഗ് തുടങ്ങി ആദ്യം തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷാണ്. അനീഷ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ വ്യക്തമായൊരു ഭൂരിപക്ഷം കാഴ്ചവെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ്. അനുമോൾക്കും ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാടധികം വോട്ടുകൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ വന്നിരിക്കുന്നത് ആദിലയാണ്. നൂറ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നൂറയുടെ വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ആദിലക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അടുത്തതായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ്. ഷാനവാസിനും ഒരുപാടധികം വോട്ടുകൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സാബുമാൻ ആണ്. സാബുമാനും ഈ പറയുന്ന പോലെ അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബറാണ്. അക്ബറിന് വോട്ടിംഗ് ഒട്ടും തന്നെ കയറുന്നില്ല. അക്ബറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്ത് ഏറ്റവും അവസാനം നിൽക്കുന്നത് നെവിനാണ്. നെവിൻ ഈ ഒരു വീക്കിൽ എന്തൊക്കെയാണെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുള്ള ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 13ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള ഒരു വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ആഴ്ച പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യത ഉള്ളത് ഈ പറഞ്ഞ നെവിനും അക്ബറും തന്നെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ കയറി വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും ഈ പറയുന്ന പോലെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ട് ആ ഒരു കണ്ടസ്റ്റന്റിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ കയറി വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ ചെയ്തതുപോലെ വെള്ളിയാഴ്ച വരെയും വോട്ട് രേഖപ്പെടുത്താനായിട്ടൊരു സമയം നമുക്കില്ല. ഈ പറയുന്ന ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്തും വ്യാഴാഴ്ച രാത്രി 12 മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടുകളും കൃത്യമായിട്ട് ഡേ ടു ഡേ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അധികം നാളുകളില്ല ബിഗ് ബോസ് അവസാനിക്കാനായിട്ട്. ഏകദേശം ഒരു 12 ഡേയ്സും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്